നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈറ്റില് എങ്ങനെ യുദ്ധം ചെയ്യരുത് എന്നതിനെ കുറിച്ച്, ഹൗ നോട്ട് ടു ബാറ്റിൽ, എങ്ങനെ യുദ്ധം ചെയ്യരുത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം എങ്ങനെ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് നാം പഠിച്ച് തുടങ്ങി. ചില പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങളാണല്ലോ. നമ്മൾ ഒന്നാമതായി അതിൻ്റെ ആ വിഷയം ഒന്ന് സമർത്ഥിക്കാനായിട്ട് ഒരു ക്ലാസ് നമ്മൾ ചിലവിട്ടു. അതിനുശേഷം നമ്മൾ ചിന്തിച്ചത് സാത്താനെ നമ്മൾ വില കുറച്ച് കാണരുത്, സാത്താനെ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, വില കൂട്ടി കാണരുത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവന്ന അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, ഡു നോട്ട് നെഗ്ലക്റ്റ് അവർ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, സ്വയ ജീവിതത്തെ നാം അവഗണിക്കരുത്, നാം ഒരു ആത്മീയ യുദ്ധത്തിലായിരിക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ വിശേഷാൽ ആ ഭാഗത്ത് ഞാൻ ഊന്നി പറഞ്ഞ ഭാഗങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ യുദ്ധത്തിന് ദൈവത്തിന് ഹിതകരമല്ലാത്തതൊന്നും നമ്മിൽ ഉണ്ടാകരുത്, സാത്താന് ഹിതമുള്ളതും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഉണ്ടാകരുത്, സാത്താന് ഇഷ്ടമുള്ളതും ഒന്നും ഉണ്ടാകരുത്. ഇത് രണ്ടും നാം കളഞ്ഞെങ്കിൽ മാത്രമേ യുദ്ധത്തിൽ നമുക്ക് ജയം ലഭിക്കുകയുള്ളൂ. യുദ്ധത്തിന് നാം ധരിക്കേണ്ട രണ്ട് ആയുധവർഗത്തെക്കുറിച്ച്, ആർമേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് ആർമർ ഓഫ് ലൈറ്റ്, രണ്ട് ആർമർ ഓഫ് റൈച്ചസ്നെസ്. എന്താണ് ആർമർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ദൈവം മുൻപാകെയുള്ള നമ്മുടെ സുതാര്യമായ ജീവിതം. വെളിച്ചം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സുതാര്യതയെ അല്ലേ? വെളിച്ചത്തിൽ നമുക്കൊന്നും മറച്ച് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇൻ ആൻഡ് ഔട്ട് വളരെ ക്ലിയർ ആയിരിക്കും. സുതാര്യമായ ജീവിതം എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത ജീവിതമെന്നല്ല, പിഴവില്ലാത്ത ജീവിതമെന്ന് അല്ല. സുതാര്യമായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും അത് വ്യക്തമാണ്, പകൽ പോലെ വെളിച്ചമായിരിക്കണം എന്നുള്ളതാണ്. അതാണ് 1 യോഹന്നാൻ്റെ സുവിശേഷം, 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം ആ ഭാഗത്ത് വായിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. നിങ്ങളും ആ ഭാഗം വായിച്ചിട്ടുണ്ടാകാം ആ സമയത്തെങ്കിലും എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്ന, എനിക്ക് കുറച്ച് ചുണ്ടി വരുന്നുണ്ട്, ഞാൻ വല്ലതും പറഞ്ഞാൽ പിന്നെ അങ്ങ് പറഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും ഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടുള്ള ഒരു ചുണ്ടി എൻ്റെ മനസ്സിനകത്ത് കയറുന്നുണ്ട്. അപ്പം ഞാനൊന്ന് നിയന്ത്രിക്കുക, എന്നെ ഒന്ന് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനായിട്ടും വായിക്കാനും ഒക്കെ നാം ശ്രമിക്കുക. കുറച്ചുകൂടെ നമുക്ക് പ്രയോജനപ്പെടും, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ട്രാൻസ്പെറൻസി ബിഫോർ ഗോഡ്, അവൻ വെളിച്ചത്തിൽ നടക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകലപാപം പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. അതുകൊണ്ട് സുതാര്യമായി പറയണം. തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് എന്ത് ചെയ്യണം? പറയണം. അതാണ് ആർമർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെന്നറിയാവോ, നമ്മുടെ ഏറ്റവും വലിയ ചിന്ത തെറ്റിനെ മൂടി വെക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ അളവുകോൽ. കർത്താവേ, ആരും അറിഞ്ഞിട്ടില്ല എൻ്റെ പാപത്തെ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ആത്മീയനായി ജീവിക്കാൻ കഴിയുന്നു. അതല്ല ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഴവുകളില്ലാത്തൊരു ജീവിതമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കത്തോലിക്ക സഭയൊക്കെ ഈ വിശുദ്ധന്മാരെ പ്രഖ്യാപിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവർ വിശുദ്ധിക്ക് തെറ്റായ ഒരു മാനം കൊടുത്തു. വിശുദ്ധി എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത, പാപമില്ലാത്ത, പാപം ചിന്തിക്കാത്ത, പാപം പറയാത്ത, പാപം പ്രവർത്തിക്കാത്ത ഒരു പ്രത്യേക ജീവിതമാണെന്ന്. പണ്ട് കാലത്ത് നിങ്ങൾ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹിസ്റ്ററിയിൽ പില്ലർ ക്രിസ്ത്യൻസ് ഉണ്ട്. പില്ലർ ക്രിസ്ത്യൻസ് അവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ലോകം ഒന്നും യോഗ്യമല്ല, ലോകത്ത് ജീവിക്കാൻ മേലാത്ത ഒരു പരുവത്തില്ല. അതുകൊണ്ട് അവർ വലിയ തൂണുകൾ നാട്ടി, വലിയ തടി കൊണ്ടുള്ള തൂണുകൾ നാട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരെയാണ് പില്ലർ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. തൂണിന്മേൽ ക്രിസ്ത്യാനികൾ. അവർ തൂണിൻ്റെ പുറത്താണ് കഴിപ്പും
പിടിപ്പും ഒക്കെ. ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഒരു തോട്ടി കൊണ്ട് വെള്ളം കുടിക്കും, അവിടെ നിന്ന് പ്രാർത്ഥിച്ചോണ്ട് ഇരിക്കും. സഭാചരിത്രത്തിലുണ്ടായ സംഭവമാണ്. അപ്പോൾ ഈ തൂണിന്മേൽ ക്രിസ്ത്യാനിയൊന്നും ആകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ചിലരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാം. അവരിലൂടെയുള്ള മധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ വിശുദ്ധീകരണത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും എന്നുള്ള ചിന്ത ഉണ്ടായത്. പിന്നാണ് വിശുദ്ധീകരിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ, മരിച്ച ശേഷമുള്ള വിശുദ്ധീകരണമൊക്കെ കത്തോലിക്ക സഭ പർഗറ്ററി സിസ്റ്റം ഒക്കെ തുടങ്ങി വെച്ചത്. എന്ന് പറഞ്ഞാൽ വലിയ പേടകമുണ്ടാക്കി അതിനകത്ത് വലിയ ഭാരമുള്ള നാണയങ്ങൾ ഇടുമ്പോൾ നാണയത്തൊട്ട് താഴെ പതിക്കുന്ന, എത്ര ഫോഴ്സിൽ പതിക്കുന്നു അത്ര ശക്തിയോടെ മുകളിലേക്ക് മരിച്ച മൃതാത്മാക്കൾ ഉയരപ്പെടുകയും അങ്ങനെ ഏറ്റവും അവസാനം ധനമെല്ലാം തീരുമ്പോൾ ഇവൻ സ്വർഗത്തിലെത്തുകയും ചെയ്യുമെന്ന് പഠിപ്പിച്ച് ജനത്തിൽ നിന്ന് ധനവും കത്തോലിക്ക സഭ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സഭയെ കുറ്റം പറയുകയല്ല, ക്ഷമിക്കണേ. ഞാൻ പറയുന്നത് ഈ ചിന്തകൾക്ക് വികലത വന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരുപാട് വിശുദ്ധ കൂട്ടായ്മകൾ ഉണ്ടായി. ആളുകളൊക്കെ വേർപെട്ട് മാറി നിന്ന് ആളുകളുമായിട്ട് ബന്ധപ്പെടാതെ ഒക്കെ ജീവിക്കുന്ന ഒരുപാട് അങ്ങനെയുള്ള കൾട്ട് ഗ്രൂപ്പുകളൊക്കെ വിശുദ്ധിയുടെ പേരിൽ കേരളക്കരയിലും ഉണ്ടായിട്ടുണ്ട്. ചരിത്രം ഇവിടെ പറഞ്ഞാൽ പിന്നെയും ആ സബ്ജക്റ്റ് നാം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അതല്ല വിശുദ്ധ ജീവിതം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറഞ്ഞാൽ, നാം ചിന്തിക്കുന്നത് കർത്താവ് നമ്മുടെ പാപങ്ങളെ മോചിച്ചു എന്നുള്ളത് ശരിയാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ. പക്ഷേ നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം? പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടുകൊണ്ട് ഇരിക്കണം. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പാപം ഏറ്റു പറയണം. പാപം ഏറ്റു പറയുന്നതാണ് ദ ലൈഫ് ഓഫ് ട്രാൻസ്പെറൻസി. നാം എന്ത് ചെയ്യുക? നമ്മെ തന്നെ എന്ത് ചെയ്യുക? തുറന്ന് സമ്മതിക്കുക. ഞാൻ തെറ്റുകാരനാണ്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറവുണ്ടെന്ന് എന്ത് ചെയ്യുക? വിളിച്ചു പറയുക. ഭവനത്തിനകത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ആ ഭവനത്തിൻ്റെ ഒരു തല എന്നുള്ള നിലയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഏറ്റുപറയുക, ഇന്ന കുറവുകളൊക്കെ എനിക്കുണ്ടായി എന്ന് പറയുക. അമ്മ ഏറ്റുപറയുക. സ്വതമേ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യും? അത് ഏറ്റുപറയും. എന്നിട്ട് വെളിച്ചത്തിൻ്റെ ആയുധം ധരിച്ച് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക. അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സഭകളിലുമൊക്കെ കാണാനായിട്ട് കഴിയും. അതായത് മറച്ചു വെച്ചല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അതുകൊണ്ട് 9-ാമത്തെ വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു. ആദ്യത്തെ വാക്യത്തിൽ എന്താ കണ്ടത്? സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. പിന്നെ ഏറ്റുപറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മെ എന്ത് ചെയ്യും? നീതിമാൻ, വിശ്വസ്തനും നീതിമാനുമായ കർത്താവ് നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇരിക്കും. ഇതാണ് ആർമർ ഓഫ് ലൈറ്റ്. ഞാൻ ആവർത്തിക്കുന്നു, മറന്നു പോകരുത്. നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നാം എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് ചോദിച്ചാൽ, പാപമില്ലാത്തൊരവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടുക എന്നുള്ളതല്ല. മറിച്ച് നാം വഞ്ചിക്കപ്പെടാതെ എന്നിൽ പാപമുണ്ട് എന്ന് നാം ദിനം പ്രതി സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യുക? പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. ഇതാണ് വെളിച്ചത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, ഞാനിത് എപ്പോഴും ആവർത്തിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഈ ഹോളിനെസ് കയറുമ്പം ചിന്തിക്കുന്നത് എന്തുവാ, ഞാൻ അങ്ങ് പാപമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ള ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അത് ക്രിസ്തീയ ജീവിതമേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സോളിന്, നമ്മുടെ സ്പിരിറ്റ് കൊണ്ട് സോളിനെ കീഴടക്കാനായിട്ട് ഒരായുസ് മുഴുവൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അവിടെ നമുക്ക് ഉണ്ടാകേണ്ടത് തുറന്ന് സമ്മതിക്കുക എന്നുള്ളതാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ വീട്ടിലും നമ്മുടെ ഓഫീസിലും കർത്താവിൻ്റെ സന്നിധിയിലുമൊക്കെ എപ്പോഴും നമുക്കുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? വെളിച്ചത്തിൻ്റെ ആയുധം ധരിക്കുക. സാത്താന് ദൈവത്തെ മുൻപിൽ നമ്മെ അക്യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം നാം ഏറ്റുപറഞ്ഞു. അവൻ ഏറ്റുപറഞ്ഞതാ. പിന്നെ നിനക്ക് എന്ത് ഉണ്ട്? മറച്ചു വെച്ചാൽ അത് നമ്മെ എന്ത് ചെയ്യും? തകർത്ത് കളയാനായിട്ട് സാധ്യത കൂടുതലാണ്. ഞാൻ പണ്ട് ഈ ഒരു പുസ്തകത്തിനകത്തൊരു കഥ വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ചുരുക്കി പറഞ്ഞതാണ്. കാരണം അന്നും 9:15 വരെ നമ്മുടെ ക്ലാസ് നീണ്ടുപോയി. പിന്നെ ഇത് ആവർത്തിക്കുക. ഈ പണ്ട്
ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ടോമി എന്ന് പറയുന്ന ഒരു കൊച്ചൻ്റെ കഥയാണ്. ടോമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ്റെ കഥയാണ്. അവന് ഈ അവസാനത്തെ ഡിസംബർ മാസത്തിലെ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ അവൻ്റെ പപ്പയോടും മമ്മിയോടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം പപ്പ, എനിക്ക് ഈ പ്രാവശ്യത്തെ വലിയ വെക്കേഷന്, പണ്ടത്തെ കഥയാണ് ഇത്, മോഡേൺ കഥയൊന്നും അല്ല, പണ്ടത്തെ കഥയാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. ഒത്തിരി നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 10-35 വർഷമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 40 വർഷത്തിന് മുമ്പെങ്കിലും ഞാൻ കേട്ടൊരു കഥയാണ്, എൻ്റെ മനസ്സിലുള്ളൊരു കഥയാണ്. ഈ വേനലവധിക്ക് അപ്പച്ചൻ എനിക്ക് ഒരു കവിണ ഉണ്ടാക്കി തരണമെന്ന് ഈ മകൻ ഈ അപ്പനോട് പറഞ്ഞു. അന്ന് കവിണ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, കവിണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം. ഈ വേനലവധിക്കൊക്കെ ഈ കവിണയുടെ പ്രയോഗം ഒന്നുമില്ല, ഏതെങ്കിലും നമ്മുടെ കറിവേപ്പിൻ്റെ തണ്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കാപ്പിത്തണ്ടൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊന്നുമില്ല. കറിവേപ്പിൻ്റെ ഒക്കെ തണ്ട് കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള കവരം ഉള്ള തണ്ട് കൊണ്ടാണ് ഈ കവിണ ഉണ്ടാക്കുന്നത്, റബ്ബർ അടിച്ച്. അപ്പോൾ വേനലവധി തുടങ്ങി ഒരു കവിണ ഈ പിതാവ് തൻ്റെ മകൻ ഉണ്ടാക്കി കൊടുത്തു. അവൻ ഈ കവിണയുമായിട്ട് രാവിലെ ഇറങ്ങും. എന്നിട്ട് ഓരോ കിളിയും ഇരിക്കുന്നിടത്ത് എന്ത് ചെയ്യും, വലിച്ചടിക്കും. പക്ഷേ ഒരൊറ്റ കിളിയെ കിട്ടുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി, സ്കൂൾ തുറക്കാറായി. ഭയങ്കര നിരാശ, നാളെ സ്കൂൾ തുറക്കുക. ഈ കവണ കൊണ്ട് ഒന്നിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിക്കാൻ പറ്റിയില്ല. അന്നേരം ആ തൊട്ടടുത്ത വീട്ടിലെ ഒരു പൂവൻ താറാവ് തത്തി എന്ത് ചെയ്യുക, അതുവഴി പോവുക. പിന്നെ ഒരു രസം തോന്നി, നോക്കാം, ഒന്ന് അടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വലിച്ചൊരൊറ്റ അടി സൂക്ഷം അതിൻ്റെ തലയിൽ കൊണ്ടു, പിടഞ്ഞു മരിച്ചു. ഇവൻ ഒറ്റ ചാട്ടം, ആദ്യം സന്തോഷം കയറി. കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി സംഭവം ബുദ്ധിമുട്ടായി. തൊട്ടടുത്ത വീട്ടിൽ പൂവൻ താറാവിനെ അടിച്ചിട്ടിരിക്കുന്നു. അവൻ എന്ത് ചെയ്തു, പെതുക്കെ അതിനെ വലിച്ചുകൊണ്ട് വന്ന വീടിൻ്റെ പുറകിൽ എവിടെയോ ഒരു ചെറിയ കുഴി മാന്തി മറച്ചു. സ്വസ്ഥമായ രാത്രി കിടന്നുറങ്ങി അല്പം നേരത്തെ കിടന്നുറങ്ങി. അപ്പുറത്തെ വീട്ടുകാരെ വിളക്ക് കത്തിച്ച് പൂവൻ താറാവിനെ അന്വേഷിക്കുക. അപ്പം വീട്ടുകാരും ഇറങ്ങിപ്പോകുന്ന ഇവനൊക്കെ കാണുന്നത്, ഭയങ്കര ഉറക്കമാണ് ചെറുക്കൻ. രാത്രി മുഴുവൻ അന്വേഷിച്ച് പൂവൻ താറാവിനെ കിട്ടിയില്ല. ഏറ്റവും അവസാനം താറാവിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയെന്നുള്ള ചിന്ത വന്നു. അതങ്ങനെ ആ കഥ അവിടെ അവസാനിച്ച്. രാവിലെ നേരം പുലർന്നു. വീട്ടിലൊരു വേലക്കാരനുണ്ട്. അദ്ദേഹം രാവിലെ ഒരു 5 മണിയായപ്പോൾ ഇവനെ തട്ടി വിളിത്തി, എടാ എഴുന്നേക്ക്, പശുവിനെ കറക്കാൻ വാ. അപ്പം ഇവൻ പറഞ്ഞു, നിൻ്റെ ജോലിയല്ലേ, ഞാനാണോ പശുവിനെ കറക്കുന്നത്? അപ്പം അദ്ദേഹം പതുക്കെ പറഞ്ഞു, പൂവൻ താറാവ്. ചെറുക്കൻ 5 മണിക്ക് പശുവിനെ കറക്കാൻ എന്ത് ചെയ്തു, വേലക്കാരൻ്റെ കൂടെ എഴുന്നേറ്റു. ഇനി ഞാൻ കഥ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അത് നിങ്ങൾക്ക് എങ്ങനെയും അങ്ങ് വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ പറയാം. സാരം ഇതാണ്, ഏറ്റവും അവസാനം വീട്ടിലെ വേലക്കാരൻ ടോമി ആയി മാറി, രാമനല്ല. ടോമിയായി വേലക്കാരനായി മാറി. എല്ലാ ജോലിയും ടോമിയാണ് ചെയ്യുന്ന. മാതാപിതാക്കൾ ചോദിക്കും, എടാ രാമനല്ലേ നമ്മൾ കൂലി കൊടുക്കുന്നത്? സാരയില്ലെന്നേ, ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് സകല ജോലിയും ചെയ്യിപ്പിച്ചു. എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഈ നമ്മൾ ഏറ്റു പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം. സാത്താൻ ചെയ്യുന്നൊരു പരിപാടി ഇതാ, നമ്മളെ പാപങ്ങൾ ഏറ്റു പറയിക്കാതിരിക്കുക. ഭർത്താവിനോട്, ഭാര്യയോട്, കുഞ്ഞുങ്ങളോട് അന്യോന്യം ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ട പല മണ്ഡലങ്ങളുണ്ട്. എല്ലാ മണ്ഡലങ്ങളും ഏറ്റു പറയേണ്ടത് ഏറ്റു പറയണം. ഏറ്റു പറയിപ്പിക്കാതിരിക്കുക. ഏറ്റു പറയിപ്പിക്കാതിരുന്നാൽ ആരുടെ കഷ്ടത്തിലാണ് നമ്മൾ? സാത്താൻ്റെ കഷ്ടത്തില്ല. ഒരു ദിവസം കഥയുടെ ക്ലൈമാക്സ് ഇതാണ്. ഒരു ദിവസം ടോമി പറഞ്ഞു, ഇല്ല, ഇനിയും എനിക്ക് എൻ്റെ വേലക്കാരൻ്റെ അടിമയായിരിക്കാൻ കഴിയില്ല. എൻ്റെ അപ്പനോട് ഞാനത് ഏറ്റു പറയും. അപ്പനോട് ഒരു പകലത് ഏറ്റു പറഞ്ഞു. പിറ്റേ ദിവസവും വിളിക്കാൻ തുടങ്ങി, ടോമി എഴുന്നേക്ക്. തിരിച്ചു പറഞ്ഞു, ഞാൻ എഴുന്നേക്കത്തില്ല, നിനക്ക് വേണമെങ്കിൽ ജോലി ചെയ്യുക. പൂവൻ താറാവ്, ഒരു കുഴപ്പമില്ല, ഉറക്കെ പറഞ്ഞു നീ, നോ പ്രോബ്ലം. സാത്താൻ നമ്മുടെ തെറ്റിനെയൊക്കെ വിളിച്ച് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയും, നോ പ്രോബ്ലം, ഞാൻ അവനെ ശുദ്ധീകരിച്ചതാ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈഗോ എന്നറിയാമോ, ഏറ്റു പറയത്തില്ല. ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റു പറയപ്പെടുന്ന പാപങ്ങൾ കർത്താവ് ക്ഷമിക്കും. ഞാൻ ആ ഭാഗം ചോദിച്ചപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞത്. കാരണം ഉദാഹരണം പറഞ്ഞ് നമ്മളുടെ സമയം അധികം കളയാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്. രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞത് പേഴ്സണൽ ലൈഫിൽ നമ്മൾ ആർമർ ഓഫ് ലൈറ്റ്. ആർമർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സുതാര്യമായൊരു ജീവിതം,
സുതാര്യമായ ജീവിതം, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ പറഞ്ഞ ഈ ഭാര്യ കൊണ്ട് കാറ് കൊണ്ടുപോയി ചളുക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഈ കാർ ഷെഡിനകത്ത് ഈ കാണാതെ ചേർത്ത് മറച്ചിട്ടിട്ടൊന്നും കാര്യമില്ല. സുതാര്യമായ ജീവിതമായി എപ്പോഴും നമുക്ക് നല്ലത്. ദാറ്റ്സ് ആർമർ ഓഫ് ലൈറ്റ്. അവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ആരുടെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരത്തില്ല. നമുക്ക് ശക്തമായി മുൻപോട്ട് പോകാനായിട്ട് കഴിയും. രണ്ട്, ഞാൻ പറഞ്ഞത് ആർമർ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ ജീവിതം അല്ലെങ്കിൽ നീതിയുടെ ആയുധം എന്നുള്ളതാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നീതിയുടെ ആയുധം എന്ന് പറയുന്നത് ജയത്തിലേക്ക് നയിക്കുന്ന ആയുധമാണ്. എന്താ നീതിയുടെ ആയുധത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്? അതെങ്കിലും പറയാമോ? എന്താ നീതി? വാട്ട് ഈസ് ആർമർ ഓഫ് ലൈറ്റ്, ആർമർ ഓഫ് റൈച്ചസ്നെസ്? യെസ്, സബ്മിഷൻ ബിഫോർ ഗാഡ്. ദൈവത്തെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ്, കീഴടങ്ങുക എന്നുള്ളതാണ് നീതിയുടെ ആയുധം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ചിന്തിക്കുന്നറിയോ, നീതിയുടെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആയുധം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദശാംശം ഇച്ചിരി കൂടുതൽ കൊടുത്തു, ഒരു സന്ദർശക പാസ്റ്റർക്കിൽ കൂടെ എന്ത് ചെയ്തു, ഒരു പ്രൈസിലോട് കൊടുത്തിട്ടുണ്ടോ? ഗുഡ്. അതല്ല നീതിയുടെ ആയുധം. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ദൈവമുൻപാകെ ഇതുകൊണ്ടൊന്നും നമുക്ക് യുദ്ധം ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ സ്തോത്ര കാഴ്ച കൊണ്ടോ നമ്മുടെ ദശാംശം കൊണ്ടോ ഒന്നും നമുക്ക് ദൈവമുൻപാകെ നിൽക്കാൻ കഴിയില്ല. ഞാൻ റോമാലേഖനത്തിൽ ഒരു ദിവസം ഞായറാഴ്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ, പൗലോസ് ധനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ചെന്നു. താൻ പറയുക, ഹാ ദൈവത്തിൻ്റെ ധനം. അതിൻ്റെ അർത്ഥം ധനം കൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന്. തൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ താൻ പറയുക, ഹാ ദൈവത്തിൻ്റെ ജ്ഞാനം. തൻ്റെ അറിവ് കൊണ്ട്, വർക്കിംഗ് നോളജ്, വർക്കിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. താൻ പറയുക, ഹാ ദൈവത്തിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ്. ഞാൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, ഭൂലോകം ഉളവാകുന്നതിന് മുൻപ് തന്നെ പ്രവർത്തന പരിചയമുള്ള ദൈവമാണ്. അവന് മുൻപാകെ എൻ്റെ പ്രവർത്തന പരിചയം കൊണ്ട് എനിക്ക് സഭയെ പണിയാൻ കഴിയുമോ? നത്തിങ്. എന്നിട്ട് താൻ താഴെ പറയുക, യഹോവയ്ക്ക് മന്ത്രിയായി, ദൈവത്തിനും മന്ത്രിയായിരുന്നവനാർ. കൃപാവരങ്ങൾ കൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നർത്ഥം. ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിച്ചവനാർ. ദൈവത്തിന് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. കാരണം ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ആരും കൊടുക്കേണ്ട കാര്യമില്ല, അവനാ എല്ലാം നൽകുന്നവൻ. അതുകൊണ്ട് കൊടുത്തും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അത് ഹൈന്ദവ ചിന്തയാണ്, അത് ക്രൈസ്തവ ചിന്തയല്ല. അതാ ചില പ്രസംഗങ്ങളൊക്കെ കൊടുക്കുക എന്ന്. നെവർ. കിട്ടാൻ വേണ്ടിയല്ല കൊടുക്കേണ്ടത്. ദാനമായി നൽകിയ ദൈവത്തിൻ്റെ ദാതാവായ ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നമ്മുടെ കരം കൂടെ വെക്കുന്നതാണത്. അല്ല, ദാറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും അവസാനം പറയുക, എനിക്കാകെ ചെയ്യാൻ കഴിയുന്നത് therefore brethren, 12-ാം അധ്യായം 1-ാം വാക്യം, therefore brethren, ആകയാൽ സഹോദരന്മാരെ, ധനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, ജ്ഞാനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, അറിവ് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, കൃപാവരങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ therefore brethren, അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞങ്ങളുടെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. സബ്മിഷനാണ് നീതിയുടെ ആയുധം. അല്ലാതെ ധനമല്ല, പദവിയല്ല, സഭയിൽ കസാറ വാങ്ങിച്ചതല്ല, ലൈറ്റ് ഇട്ടതുമല്ല. അതൊന്നും നീതിയുടെ ആയുധമല്ല. പേഴ്സണൽ ലൈഫിൽ സാത്താനോട് യുദ്ധം ചെയ്യാനായിട്ട് അതൊന്നും സഹായകരം അല്ല. തെറ്റിദ്ധരിക്കരുത്. നീതിയുടെ ആയുധം, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ഞാൻ ആ ഭാഗങ്ങൾ ഇനിയും ആവർത്തിക്കുക. ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ മറന്നു പോകരുത് ദൈവം മുൻപാകെ നിൽക്കുമ്പം. ആർമർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ബിഫോർ ഗാഡ്. ആർമർ ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ബിഫോർ ഗാഡ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാത്താനെ എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് 4-മത് നമ്മൾ ചിന്തിക്കുന്നത്, ഇന്ന് ഒരുപാട് ഭാഗങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ കരുതിയാ തുടങ്ങിയതെങ്കിൽ ഈ ഭാഗത്തിന് 20 മിനിറ്റിലധികം പിന്നെയും ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. സമയം മുൻപോട്ട് പോകുന്ന നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ദൈവം മുൻപാകെ ഉണ്ട്. എന്നാൽ 4-മത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 4, 5, 6 ചിന്തിച്ചു പോകണമെന്ന് ചിന്തിച്ചാണ്
ഞാനിവിടെ വന്നത്. ഡു നോട്ട് ഇഗ്നോർ ദ എനിമി വിതിൻ. നമ്മിലുള്ള ഒരു ശത്രുവിനെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്, അവഗണിക്കരുത്. നമ്മിലുള്ള ഒരു പ്രതിയോഗിയെ നാം അവഗണിക്കരുത്. നമ്മുടെ അകത്തൊരു ശത്രുവുണ്ട്. നമ്മുടെ അകത്ത് പേഴ്സണൽ ലൈഫൊക്കെ ഓക്കെ, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. ദൈവസന്നിധിയിൽ നീതിയുടെ ആയുധമൊക്കെ നമുക്ക് ധരിക്കാനായിട്ട് കഴിയണം. വി കനോട്ട് അറ്റാക്ക് ദ എക്സ്റ്റേണൽ എനിമി സക്സസ്ഫുള്ളി അൺലെസ് വി ഹാവ് ടാക്കിൾ ദ ഇൻറ്റേർണൽ എനിമി. നമ്മുടെ അകത്തുള്ള അകമേയുള്ള നമ്മുടെ ശത്രുവിനെ നമുക്ക്, പ്രതിയോഗിയെ നമുക്ക് നിയന്ത്രിക്കാനായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിയന്ത്രിക്കുകയല്ല, കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പുറമേയുള്ള പ്രതിയോഗിയെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, സഫലമായി നേരിടാനായിട്ട് സാധിക്കില്ല. സഫലമായി നേരിടുക, ക്രിസ്ത്യ ജീവിതം സഫലതയുടെ ജീവിതമാണ്. അല്ലാതെ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഉള്ള ലൈഫാകണം, സഫലമായ ഒരു ജീവിതമാണ്. സഫലമായ ഒരു ജീവിതത്തിന് നമ്മുടെ അകത്തുള്ള ശത്രുവിനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് കഴിയണം. സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്, ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാത്ത ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു എന്നൊരു വാക്കുണ്ട്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? Proverbs chapter 25. He whose spirit is without restraint is like a city that is broken down and without walls. മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന ഒരാളാണ് ആത്മസംയമനമില്ലാത്ത ഒരു പുരുഷൻ എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് പലപ്പോഴും നമ്മുടെ അകത്ത് ഒരു എനിമിയുണ്ട്, ഒരു ശത്രു ഉണ്ടെന്നർത്ഥം. അതിനെ കൃത്യമായി നമുക്ക് ടാക്കിൾ ചെയ്യാതെ നമുക്ക് മുൻപോട്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയില്ല. ഞാൻ ഈ പേഴ്സണൽ സ്റ്റഡീസ് നടത്തുമ്പോൾ ജോസഫിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ പ്രസംഗിച്ചിട്ടില്ല, പലയിടത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട് ജോസഫിനെ കുറിച്ച്. ജോസഫിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസംയമനമായിരുന്നു. ആത്മസംയമനമാണ്. ഓൾ ദ 1 year, ഒരൊറ്റ വർഷം ജോസഫ് മറിയോട് ഒരുമിച്ചായിരുന്നു. പക്ഷേ അവളെ പരിഗ്രഹിച്ചതും ഇല്ല എന്നല്ല ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവളെ പരിഗ്രഹിച്ചതും ഇല്ല. എന്തൊരാത്മസമ്പന്നമുള്ള ഒരു പുരുഷൻ! ചിന്തിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ ഭാഗം? നമ്മളെന്താ അതോ അതൊന്നും അല്ലല്ലോ. യു ഹാവ് ടു റീഡ് ഇറ്റ്. വായിക്കണം. ഞാൻ ജോസഫിനെ കുറിച്ച് 7 ദിവസം ഒരുമിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു രാജ്യത്ത് ചെന്ന്. എത്ര ഗുണങ്ങൾ, എത്ര വാല്യൂസ് ഉള്ള ആളുകളാണ് അവരൊക്കെ. ഒരു ജൂയിഷ് സിസ്റ്റം അനുസരിച്ച് മോർ ദാൻ 2 year, 2 വർഷം കന്യഗർഭിണിയായാണ് ഒരു മകനെ പ്രസവിച്ചത്. അതിനുശേഷം ഒരു റൈറ്റേഴ്സ് എഴുതുന്ന ദേവാലയത്തിൽ കൊണ്ടുവരുന്നത് വരെ യഹൂദ നിയമപ്രകാരം അവളെ പരിഗ്രഹിക്കാൻ പാടില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഈ 2 അല്ല അതിൽ കൂടുതൽ വർഷങ്ങൾ. എത്ര ആത്മസംയമനമുള്ള ഒരു മനുഷ്യൻ! ഇമാജിൻ ഇറ്റ്. നമ്മിലുള്ള ശത്രുവിനെ നിയന്ത്രിക്കാനായിട്ട്, നമ്മിലുള്ള പ്രതിയോഗിയെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധത്തിൽ നാം എന്ത് ചെയ്യും? പരാജയപ്പെടും. എല്ലാം ഒരുപക്ഷെ ഈ വേദിയിൽ എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കണേ. നമുക്ക് ഈ ദിവസങ്ങളിൽ പല പല മണ്ഡലങ്ങളിലും നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ച് ആത്മസംയമനത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയണം. 1 Corinthians, 1 Corinthians chapter 9 verse 26b to 27, 26ന്റെ അവസാനം മുതൽ താൻ വായിക്കുന്ന ഇങ്ങനെയാണ്, അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. So I fight, I was not beating the air. ഞാൻ ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്നതിനെ പോലെ അല്ല എന്ത് ചെയ്യുന്ന യുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അല്ലേ? ഐ ബഫെ മൈ ബോഡി. ബഫെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദണ്ഡിപ്പിക്കുക, അല്ലേ? ദണ്ഡിപ്പിക്കുക. അപ്പം നമ്മൾ ഒരു ബഫറ്റിന് പോകുമ്പോൾ എന്താ? നമ്മളെ ദണ്ഡിപ്പിക്കാൻ പോവല്ലേ? നമ്മുടെ വയറിനെ ദണ്ഡിപ്പിക്കുക.
അത് ക്രേത്തൻ ഒരു 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 ആചാരമാണ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ച ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ഒരു തരം ആരാധന, പേഗണിസം. അല്ലെങ്കിൽ പുരാതനമായിട്ട് ഒരാളെ ദണ്ഡനത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അവൻ ആവശ്യമില്ലാത്ത ഭക്ഷണം മുഴുവനും കുത്തിക്കയറ്റും. ഈ പേഗണിസമാണ് ഇന്നത്തെ ബഫെ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നെഗറ്റീവായിട്ടുള്ള ഒരു പവർ എന്ന് പറഞ്ഞാൽ. ആവശ്യമില്ലാത്തതെല്ലാം എന്ത് ചെയ്യുക? കഴിപ്പിക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അറ്റ് ലാസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നയാ? പറഞ്ഞാൽ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്, ദണ്ഡിപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ ആ ഭാഗം നമ്മൾ ആഹാരത്തെക്കുറിച്ചൊക്കെ ഇനി ചിന്തിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് അത് നന്നായിട്ട് എന്ത് ചെയ്യാം? വേദപുസ്തകത്തിൽ നിന്ന് തന്നെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് കഴിയണം. അപ്പം മറ്റുള്ള പ്രസംഗിച്ച ശേഷം ഞാൻ കൊളരാത്തവനായി പോകാതിരിക്കണം. എൻ്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് ഐ ഫൈറ്റ്, ദെൻ ഐ ഡിസിപ്ലിൻ മൈസെൽഫ്. എന്നെ തന്നെ ഞാൻ നിയന്ത്രിച്ച് കൊണ്ടുപോകുക. അതിൻ്റെ അർത്ഥം പൗലോസ് തന്നെ പറയുകയാണ്, എനിക്ക് എൻ്റെ അകത്തൊരു ശത്രു ഉണ്ടെന്ന്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നെങ്കിലും ഞാൻ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഡിസിപ്ലിൻ ചെയ്യിക്കണം. കാരണം ഈ പറയുന്നതൊന്നും എന്നിൽ പ്രാവർത്തികമാകണമെങ്കിലും കേൾക്കുന്ന നിങ്ങളെക്കാൾ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസിനുണ്ടെന്ന്. അപ്പം എൻ്റെ കാര്യം പറയണോ? അപ്പം മാർപ്പാപ്പയുടെ കാര്യം പറയണോ? അപ്പം കാതോലിക്ക ബാബയുടെ കാര്യം പറയണോ? ബിഷപ്പുമാരുടെ കാര്യം പറയണോ? പൗലോസ് അങ്ങനെ പറയുന്നത്. തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് താൻ ഇതൊക്കെ പ്രസംഗിച്ച ശേഷം മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ ആകാതിരിക്കാൻ, തൻ്റെ പ്രസംഗമൊക്കെ ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ ആകാതിരിക്കാൻ, തനിക്കത് പ്രയോജനപ്പെടേണ്ടതിനായി പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് എന്ത് ചെയ്യുന്നു? അടിമയാക്കുന്നു. അതിൻ്റെ അർത്ഥം വാളുകൊണ്ട് വെട്ടുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, ടു ഇന്റേണൽ ബാറ്റിൽസിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ 14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം എന്താ മീൻ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ഭാഗങ്ങളും നമുക്ക് ചിന്തിക്കാൻ ഈ പഠനത്തിൽ നമുക്ക് സമയമില്ല. ഒന്ന്, ബാറ്റിൽ ഇൻ ദ ഫ്ലഷ്. നമ്മുടെ ജഡത്തിൽ നമുക്കൊരു യുദ്ധമുണ്ട്. ബാറ്റിൽ ഇൻ ദ ഫ്ലഷ്. ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് വേഴ്സസ് സ്പിരിറ്റ്, അല്ലെങ്കിൽ സോൾ വേഴ്സസ് സ്പിരിറ്റ്. 2-3 ഭാഗങ്ങൾ അവിടെ നമുക്ക് വായിക്കാനായിട്ടുണ്ട്. എല്ലാം വായിക്കാൻ നമുക്കിവിടെ സമയമില്ല. ഒന്ന്, റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 22 to 24. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ പറയുന്നത് ലോ ഇൻ ദ മൈൻഡ് വേഴ്സസ് ലോ ഇൻ ദ ബോഡി എന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഭാഗത്ത് ഗലേഷ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 17 അവിടെ വായിക്കുന്നത് ഫ്ലഷ് വേഴ്സസ് സ്പിരിറ്റ്, ഫ്ലഷ് വേഴ്സസ് സ്പിരിറ്റ് എന്ന ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നു ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു, പക്ഷെ ചെയ്യാനായിട്ട് നീന്നില്ല, കഴിയുന്നില്ല. ഒരു ലെറ്റർ നമ്മൾ അയക്കാൻ ടൈപ്പ് ചെയ്യുന്നു, പക്ഷേ അതിനകത്ത് നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. വേറെ കാര്യങ്ങളൊക്കെ വേഴ്സസ് ഒക്കെ വന്ന് അല്ലേ, എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കാരണം നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കത്തിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക? എങ്ങനെയോ എനിക്കും നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണേ ഇത്. എനിക്ക് സംഭവിക്കാത്തത് നിങ്ങൾക്ക് സംഭവിക്കാൻ ഉള്ളതുമായ കാര്യങ്ങളല്ല പറയുന്നത്, നമുക്ക് ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സംസാരിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പം ഇച്ഛിക്കാത്ത കാര്യം വായിൽ നിന്ന് പോയി കഴിഞ്ഞു പോകും. അത് മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിനകത്തിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യനെല്ലാം അങ്ങനെ ചെയ്യുമെന്നാണ് പൗലോസ് പറയുന്നു. അതുകൊണ്ട് ഒരാളുടെ ശുശ്രൂഷ ഇല്ലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ബൈബിൾ സൈസ്, കാരണം നാം അറിയാതെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മിലുള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? അത് പുറപ്പെട്ട് വായിൽ നിന്ന് വരും എന്ന പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായ നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ ഇച്ഛിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഇച്ഛിക്കാത്ത നന്മയാണ് എന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നത് വരും. നാം നാവ് തുറക്കുമ്പോൾ ഇച്ഛിക്കാത്ത ചിലപ്പോൾ നാവിൽ നിന്ന് വരും. നാം പ്രവർത്തിക്കുമ്പോൾ ഇച്ഛിക്കാത്ത ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് വരും. നാം ഇച്ഛിക്കാത്ത ചിന്തയിൽ നിന്നും വരും.
കാരണം ഈ ഒരു കോൺഫ്ലിക്റ്റ് നമുക്കുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇറാഡിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ, ഇമാൻസിപ്പേഷൻ ഈസ് പോസിബിൾ. അതിനെ നമുക്ക് തുടച്ചു മാറ്റാനായി കഴിയത്തില്ല, പക്ഷേ അതിനെ നിയന്ത്രിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ഹൗ ടു ടാക്കിൾ ഇറ്റ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. നമ്മളെല്ലാം പറഞ്ഞ കർത്താവേ ഇത് നീങ്ങിപ്പോകണമേ, ഇത് മാറിപ്പോകണമേ, എൻ്റെ അച്ചായൻ്റെ ആ ഒരു സ്വഭാവത്തെ മാറ്റിക്കാണേ. മാറത്തില്ല അച്ഛൻ്റെ സ്വഭാവം. അച്ചായനും അമ്മാമ്മയോട് ഒരുമിച്ച് തന്നെ ടാക്കിൾ ചെയ്യാൻ പഠിക്കണം. എന്ത് ചെയ്യാൻ പഠിക്കണം? ടാക്കിൾ ചെയ്യാൻ പഠിക്കണം. അല്ലാതെ നമ്മുടെയൊക്കെ ഹോളിനെസ്, ഞാനൊക്കെ പണ്ട് ഇത് ബുദ്ധിമുട്ടാണെന്ന് കരുതിയത് അങ്ങനെയൊക്കെ എന്നെ പഠിപ്പിച്ചതുകൊണ്ടാ. അങ്ങനെയല്ല. അന്യോന്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില സ്വഭാവങ്ങൾ കാണും. നിങ്ങളതിനെ ടാക്കിൾ ചെയ്ത് എത്ര വർഷം കൊണ്ടാ? ഹലോ, നിങ്ങളതിനെയൊക്കെ ടാക്കിൾ ചെയ്ത് എത്ര വർഷം കൊണ്ടാ? കല്യാണം കഴിഞ്ഞ് പിന്നെ 6 വർഷം കഴിഞ്ഞ് മതിലിയാടി പുള്ളിക്കാരുണ്ട്. എന്നിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വരുക. ഒരു പക്ഷെ നമ്മളൊക്കെ കൃത്യമായി ടാക്കിൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ കാലങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തതാ, അങ്ങനെ ആയി തീർന്നതാ. കണ്ണടച്ച ഇരുട്ടാകത്തില്ല. വിശുദ്ധി എന്ന് പറയുന്നത് ഒരുതരം പിന്നെ ഒരിക്കലും സംഭവിക്കാത്ത ഏതേ ഒരു വലിയ പുകപടലത്തിന്റെ പിറകിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ കഴിയണം. ഹൗ ടു ടാക്കിൾ ദ സിൻ, ഹൗ ടു ടാക്കിൾ ഇറ്റ്. നമ്മുടെ ടീനേജേഴ്സിൻ്റെ അവരുടെ പ്രായത്തിൽ നമ്മളും അവരുടെ പ്രായത്തിലൂടെ കടന്നു പോയവരാ. നമ്മളും അവർ നമ്മളെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നമ്മളെക്കാ പുറകെയാണ് അവർ, നമ്മൾ കുറച്ച് മുമ്പിൽ പോയെന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓൺലി ഡിഫറൻറ്റ്. വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ കാര്യങ്ങളെ നമ്മളെ ഇറാഡിക്കേഷൻ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇമാൻസിപ്പേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്നുള്ളത്. ഇത് പൗലോസ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഹൗ ടു ടാക്കിൾ ഇറ്റ് ചിന്തിക്കാൻ തുടങ്ങണേ. ഇന്ന് മുതൽ ചിന്തിക്കാൻ തുടങ്ങണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജഡത്തിന് പലവിധമായ ചിന്ത. പൗലോസ് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. ജഡത്തെ ദണ്ഡിപ്പിച്ച് എന്ത് ചെയ്യുക? ആകാശത്ത് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ ആകാതിരിക്കാൻ. ഞാൻ വെറുതെ വിളിച്ചു പറയുന്നു, എനിക്കതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ പിന്നെ വീട്ടിൽ വന്നിരുന്ന് എന്ത് ചെയ്യാം? എന്നെ തന്നെ ദണ്ഡിപ്പിച്ച് ഞാൻ അതിനെ ടാക്കിൾ ചെയ്യാം. എനിക്ക് അതിൽ നിന്ന് മോചനം നേടാൻ ഈ ലോക ജീവിതത്തിൽ കഴിയില്ല. പക്ഷേ എനിക്ക് ഈ ലോക ജീവിതത്തിൽ അതിനെ ടാക്കിൾ ചെയ്ത് നിയന്ത്രിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതിനെ കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും. നിങ്ങളൊക്കെ വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്തിട്ട് വീട്ടിൽ ചെന്ന് അതിനെ കൈകാര്യം ചെയ്യാറുണ്ടോ? ഞാൻ ഭാര്യയെ കൈകാര്യം ചെയ്യുന്ന കാര്യമോ, പിള്ളേരെ കൈകാര്യം ചെയ്യുന്ന കാര്യമോ, നിങ്ങളുടെ സബോർഡിനേറ്റിനെ കൈകാര്യം ചെയ്യുന്ന കാര്യമോ, നിങ്ങളുടെ കൊളീഗിനെ കൈകാര്യം ചെയ്യുന്ന കാര്യമോ, നിങ്ങളുടെ പാസ്റ്ററെ കൈകാര്യം ചെയ്യുന്ന കാര്യമോ, കമ്മിറ്റി അംഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യമോ അല്ല ഞാൻ പറഞ്ഞത്. Tackle. Think about that from now onwards. ചിന്തിച്ചു തുടങ്ങൂ നിങ്ങൾ. കാരണം ഈ രണ്ട് ആത്മചിന്തയും സോളും സ്പിരിറ്റും കൂടെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ എന്ത് ചെയ്യണം? നമുക്ക് സോളിനെ മുഴുവൻ തുടച്ചു നിൽക്കാൻ പറ്റില്ല. അത് കർത്താവ് നമ്മെ എന്ത് ചെയ്യണം? തേജസ്കരിച്ച് ഗ്ലോറിഫിക്കേഷനിലൂടെ നമ്മെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകുന്നത് ആ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അതുവരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വി ക്യാൻ ടാക്കിൾ ഇറ്റ്. നമുക്കതിനെ നന്നായി കൈകാര്യം ചെയ്യാനായിട്ട് കഴിയണം. പറയൂ നമ്മോട്, കർത്താവേ, പല സന്ദർഭങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ വരുമ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പറയൂ, ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കണം, അതിനകത്ത് എന്നെ നിയന്ത്രിച്ച് എനിക്ക് മുൻപോട്ട് പോകാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ. ഞാൻ വായിച്ച് കേൾപ്പിക്കുക ഭാഗം. ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ക്രമീകരണം അല്ല. അത് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇല്ല. അതിനകത്തൊരു വിമോചനമാണ് നമുക്ക് ആവശ്യം, അല്ലേ? ഒരു വിമോചനം ഉണ്ടാകണമെങ്കിൽ, ഇമാൻസിപ്പേഷൻ ഉണ്ടാകണമെങ്കിൽ നാം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. നോക്കുക, റോമൻ ചാപ്റ്റർ 7 വേഴ്സ് 24, 24 വാക്യം മുതൽ. അയ്യോ, ആരാ പറയുന്നത്?
കിഴക്കേതിലെ സുകുമാരനോ? പൗലോസ്. ആരാ ദമസ്കോസിൽ വെച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായ സന്ദർശനമുണ്ടായി. സ്വർഗത്തിൻ്റെ 3 തലങ്ങൾ പിന്നിട്ടവൻ, ശക്തമായ വെളിപ്പാടുള്ള ഒരു മനുഷ്യൻ പറയുക, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നല്ലോ. സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതിനുശേഷം അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാനായി കഴിയുന്ന ഒരു ഭാഗം 8:2 ഞാൻ 8:2 വായിച്ചത്. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്. പൗലോസ് പറയുക, എന്നെ ആർ വിടുവിക്കും? ഏറ്റവും അവസാനം പുള്ളി പറഞ്ഞങ്ങ് നിർത്തി, കുത്തിട്ട് നിർത്തി. എന്നിട്ട് 8-ാം അധ്യായം, അടുത്ത അധ്യായത്തിൻ്റെ 8:1 മുതൽ എഴുതാൻ തുടങ്ങുക. പറയുക, നടക്കില്ല, ഇതിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ മുഴുവൻ തുടച്ചു മാറ്റാനായിട്ട് കഴിയില്ല. പിന്നെ എന്നെ സ്വതന്ത്രമാക്കാനായിട്ട് ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ജീവന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു, വിമോചനം വരുത്തിയിരിക്കുന്നു എന്ന നല്ല വാക്കിൽ പറഞ്ഞാൽ വിമോചനം, ഇമാൻസിപ്പേഷൻ, നോട്ട് ഇറാഡിക്കേഷൻ. മോചനം തന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതൊന്നും മാറ്റിയിട്ടില്ല. അതിൽ നിന്ന് മോചിക്കപ്പെടാൻ കഴിയുന്ന ഒരു ശക്തിയുടെ വ്യാപാരം ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നു? പകരുന്നു എന്നർത്ഥം. ചിലരൊക്കെ എൻ്റെ അടുക്ക വരാറുണ്ട്, ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ പുതിയത് എല്ലാം കഴിഞ്ഞു പോയി, പുള്ളി ചിന്തിക്കുന്ന ഇനിയും ഞാൻ നല്ല വിശുദ്ധനാണ്, കുറച്ച് കഴിയുമ്പം പാപത്തെയും പ്രലോഭനങ്ങളെയും ഒക്കെ നേരിടുമ്പോൾ ആകെ പകച്ചു പോകുക. നല്ല നിലയിലൊക്കെ സ്നാനപ്പെട്ട പുള്ളിക്കാരൻ്റെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമായി, അയ്യോ ഇതെങ്ങനെയാണ് എനിക്കത് കഴിയുന്നില്ലല്ലോ. ഇവിടെ വേദപുസ്തകം പറയുന്നത് നോട്ട് ഇറാഡിക്കേഷൻ, അതിനെ നാം നിർമ്മാർജ്ജനം ചെയ്യുകയല്ല. ഈ പാപത്തിൻ്റെ സ്വഭാവം നമ്മിൽ ഉള്ളപ്പോൾ തന്നെ അതിൽ നിന്ന് വിമോചനം ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകും. പൗലോസ് പറയുന്നത് അതാ, ഓരോ ദിവസവും ഞാൻ പ്രസംഗിച്ച ശേഷം എന്ത് ചെയ്യാം? ആ ജീവന്റെ പ്രമാണത്തിലൂടെ എന്നെ തന്നെ ഞാൻ ദണ്ഡിപ്പിച്ച് വിമോചനത്തിലൂടെ നടക്കുകയാണ്. നമ്മുടെ ഈ ശരീരം എല്ലാം തിന്മയുടെ ശരീരമാണ്, പാപത്തിൻ്റെ ശരീരമാണ്. നമ്മുടെ സോള് എപ്പോഴും ചിന്തിക്കുന്നത് സോളി കാര്യങ്ങളായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിനകത്ത് നിന്ന് അത് നേരിടാനുള്ള ദൈവകൃപ നമുക്ക് നൽകും. ഞാനൊരു കാര്യം, ഒറ്റ കാര്യം ഞാനിവിടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ 1-2 ചാപ്റ്റേഴ്സ് കൂടി ഇന്നെങ്കിൽ തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നും അടുത്ത ഒരു ഹെഡിങ്ങിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. എങ്ങനെയാണ് നമുക്ക് വിമോചനം ലഭിക്കുക? കാരണം നമ്മുടെ സോളും സ്പിരിറ്റും തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. നമ്മളിലൊരു യുദ്ധമുണ്ട്. നമ്മളിലുള്ള പ്രതിയോഗിയെ നാം അവഗണിക്കരുത്. അവഗണിച്ചാൽ അതിനെ ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറ്റ്സ് വെരി സീരിയസ് പ്രോബ്ലം ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, അവിടുത്തെ 20,000 പേരുള്ള പാസ്റ്ററുടെ കയ്യിൽ ഒരു കൊച്ചു ഗിദെയോൻസിൻ്റെ പോക്കറ്റ് ബൈബിളുണ്ട്. അത് പുള്ളിയുടെ പോക്കറ്റിൽ കാണും. അദ്ദേഹം അത് വായിച്ചിട്ടേ കാണത്തില്ല, അത് വായിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല. അവരെപ്പോഴും പാട്ടുമാട്ടവുക. കണ്ടില്ലേ? ഇവിടെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഭയങ്കര ആട്ടം അവർക്ക്. അതുകൊണ്ട് സകല ഇമ്മൊറാലിറ്റിയും ഈ ആഫ്രിക്കൻ ക്രിസ്ത്യൻസിൽ എന്ത് ചെയ്യാം? റെയിൻ ഓവർ എന്ന് പറയാം. കൊടികുത്തി വാഴുകയാണ്. They don't have the word. അവർക്ക് വചനമില്ല. പിന്നെ വചനം സംസാരിക്കാൻ 1 മണിക്കൂർ വചനത്തിന് മുമ്പിൽ അവർക്ക് ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് 8 മണിക്കൂർ എന്ത് ചെയ്യും? ഇങ്ങനെ നിൽക്കുമായിരിക്കും. എന്തൊരു സുഖമല്ലേ?
ക്രിസ്ത്യൻ ലൈഫ് ഇങ്ങനെ ആണെങ്കിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു ബന്ധപ്പെടുന്നു. ഇന്ന് സാത്താന ഈ പരുവത്തിലുള്ള ആൾക്കാരെയാണ് എല്ലായിടത്തും എഴുന്നേൽപ്പിക്കും. ഇപ്പം ഈ ആഫ്രിക്കൻ ഈ സ്പിരിറ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ മലയാളികളുടെ ഇടയും കയറിയിട്ടുണ്ടോ അല്ലേ? ചർച്ച വന്ന ഒരു 2.5 മണിക്കൂർ ഇങ്ങനെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, വി ആർ സോ ഹാപ്പി. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് പ്യൂരിഫിക്കേഷൻ വേണമെങ്കിൽ, സാത്താനോട് നമുക്ക് എതിർത്ത് നിൽക്കണമെങ്കിൽ, ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് പോരാടി ജയിക്കണമെങ്കിൽ, ഞാൻ പറയുന്നത് ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല. ദ ഫസ്റ്റ് വൺ, ഒന്നാമത്തെ കാര്യം, റെക്കൺ. നിങ്ങൾ എണ്ണുവീൻ എന്നാ ബൈബിൾ പറയുന്നത്. എണ്ണുവീൻ എന്താ? 6:11 വായിക്കുന്ന ഔവണ്ണം നിങ്ങൾ പാപസംബന്ധമായ, റോമൻസ് ചാപ്റ്റർ 6:11, ഔവണ്ണം നിങ്ങൾ, even so reckon you also yourself to be dead unto sin, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? എണ്ണണം. ഒരു പാപം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പാപം നമ്മളിൽ ഉണ്ട്, അത് ഇറ്റ്സ് ഇൻസൈഡ് അസ്, നമ്മിലുള്ള കാര്യമാണ്. അപ്പം നമ്മൾ കൗണ്ട് ചെയ്യണം, റെക്കൺ ചെയ്യണം. യെസ്, ഞാൻ മരിച്ച ആളാണ്. ഈ പാപം എന്നിലുണ്ടെങ്കിലും ഈ പാപ സംബന്ധമായി ഞാൻ മരിച്ചു. ഇത് എന്നിലുള്ള പാപമാണ്, ഇത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. 21 ദിവസം ഉപവസിച്ചാലും ഈ സാധനം പോകത്തില്ല, 41 ദിവസം ഉപവസിച്ചാലും പോകത്തില്ല. വെറുതെയാണ്. അങ്ങനെ ആരെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഈ സാധനം ഇതിനകത്ത് തന്നെ ഉണ്ട്. പറയണം, യെസ്, ഞാൻ ഇത് സംബന്ധിച്ച് മരിച്ച ആളാണ്. എനിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കീപ് സേയിങ് നോ 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 ഫോർ അവർ ഫോർമർ സോൾ ഓർ ഫോർമർ ലെസ്റ്റ്. നമ്മുടെ പിന്നിട്ട ചത്തതെന്ന് വെച്ചാൽ അത് പിന്നിലുള്ളതാണല്ലോ. പിന്നിലുള്ള നമ്മുടെ ലെസ്റ്റിനോട്, നമ്മുടെ പിന്നിലുള്ള നമ്മുടെ സോളിനോട് പറയണം നോ നോ, കാരണം ഞാൻ മരിച്ചു പോയതാ. ഇത് സ്നാനപ്പെടുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ. Every time when you face a temptation, you have to reckon yourself, you are dead on that. ഞാൻ അതിൽ മരിച്ചു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ എണ്ണണം. ക്രിസ്ത്യൻ ചില്ലറ കാര്യമൊന്നും അല്ല. ചിലരൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു, സ്നാനപ്പെട്ടു, ഓക്കെ ഗുഡ്, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ വെറും ഈ 2 പടി മാത്രമേ ഉള്ളൂ, 2 or 3 steps. അത് കഴിഞ്ഞ് കിടക്കുകയല്ലേ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ജീവിതം മുഴുവനും എണ്ണണം. റെക്കൺ യുവർ സെൽഫ് ദാറ്റ് ഐ ഹാവ് ഡൺ. 12ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാ? റോമാലേഖനം ആ സെയിം ചാപ്റ്ററിൽ തന്നെ 6:12 വായിക്കുന്നത് എങ്ങനെയാ? ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ ഇനി വാഴരുത് അല്ലേ? വാഴരുതെന്നാ പറയുന്നത് അല്ലേ? reign in your mortal body എന്ന് പറഞ്ഞാൽ അതുണ്ട്, പക്ഷെ അത് വാഴാൻ സമ്മതിക്കരുത്. അത് നിയന്ത്രിക്കാൻ, അത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പൊ ആരാ സമ്മതിക്കാതിരിക്കേണ്ടത്? ഞാനാ? അല്ല വല്ലോരും വന്ന നമ്മളെ പിടിച്ചു മാറ്റത്തില്ല, മോളെ ഇങ്ങോട്ട് വേടാ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൃപക്കാർ പറയുന്ന പോലെ പരിപാടി നടക്കത്തില്ല, ഗ്രേസ് ചർച്ചുകാർ പറയുന്ന പോലെ പരിപാടി നടക്കത്തില്ല. യു ഹാവ് ടു കൗണ്ട് യുവർസെൽഫ് എന്നാ ബൈബിൾ പറയുന്നു. വേറെ ആരും മണ്ണി എണ്ണത്തില്ല. ആത്മാവ് വന്ന് ചിറക് വരുത്തി നമ്മളെ എന്ത് ചെയ്യത്തില്ല, പറത്തിക്കൊണ്ട് പോകത്തില്ല. പറയണം, ഞാൻ മരിച്ചു. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് 2 വാക്കാ, ബയാസ്തൈസിൻ, സെറ്റിൻ. 2 വാക്കാ, ഗ്രീക്ക് വാക്കാ ഉപയോഗിക്കുന്നത്. അതായത് ബയാസ്തൈസിൻ എന്ന് പറഞ്ഞാൽ ബലാത്കാരേണ ദൈവരാജ്യം അവകാശമാക്കും. എണ്ണണം. ബലാത്കാരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കുന്ന. ബയാസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി തീവ്രമായ ഒരു സോളി സബ്മിഷനോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ ദൈവരാജ് സെറ്റിൻ ഉറ്റിരുന്നെങ്കിൽ മാത്രമേ ഒരു പട്ടണത്തെ കീഴടക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഉറ്റിരിക്കുക, ശ്രദ്ധയോടെ ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ ചെല്ലാൻ പറ്റുള്ളൂ?
സ്വർഗത്തിൽ. ഇല്ലെങ്കിൽ രക്ഷാസ്നാനം പരിശുദ്ധാത്മാഭിഷേകം, രക്ഷാസ്നാനം പരിശുദ്ധാത്മാഭിഷേകം. ഓക്കെ, ഗുഡ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു. നെവർ. ആരെങ്കിലും ഇതിനകത്ത് ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് മലന്ന് നിന്ന് ഞാൻ പ്രസംഗിക്കും. There is no other way. വേറെ ഒരു വഴിയുമില്ല. Only one way. അതുകൊണ്ട് reckon yourself. നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? എണ്ണണം. നമ്പർ 2, എന്താ ചെയ്യേണ്ടത്? ബാറ്റിൽ ഓഫ് ഫ്ലഷുമായിട്ട് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ സോളുമായിട്ടുള്ള യുദ്ധത്തിൽ ഒന്ന് നിങ്ങൾ പറയണം, ഞാൻ അതിൽ മരിച്ചിരിക്കുകയാണെന്ന്. നിങ്ങൾ ഓരോ ദിവസവും അതിനോട് എന്ത് ചെയ്യണം? അത് മുമ്പിൽ വരുമ്പോൾ പറയണം. പറയുമൊന്നുമല്ല, ഞാൻ അതിൽ മരിച്ചിരിക്കുക പറയണം. അടുത്തത് 2, പ്രസന്റ് യുവർ ഓർഗൻസ് അലൈവ് ടു ഗാഡ്. ദൈവത്തിന് മുൻപാകെ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. 6-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. ബോൺ അഗൈൻ ബിലീവേഴ്സിനോടാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ അഗൈൻ ആണെങ്കിലും വേണമെങ്കിൽ സമർപ്പിക്കാം, അല്ലേ? neither present your members unto sin, instrument of unrighteousness. എന്നിട്ട് വായിച്ചേട്ടത് അടുത്തത്. നിങ്ങൾ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇത്. വേറെ എവരും ചെയ്തിരുവോ? നമ്മളെ സമർപ്പിക്കേണ്ടത്. സബ്മിറ്റ്, പ്രസന്റ് യുവർ ഓർഗൻസ് അലൈവ് ടു ഗോഡ്. കർത്താവേ, ഞാൻ പാപത്തിൻ്റെ ആയുധമായി സമർപ്പിക്കില്ല. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അതിനെ പാപത്തിൻ്റെ അനീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിക്കുമ്പോൾ ഞാനത് ചെയ്യില്ല. ഞാൻ എൻ്റെ ഓർഗൻസിനെ നീതിയുടെ ആയുധമായി സമർപ്പിക്കും. ഇത് ഞാനാ പറയേണ്ടത്, വേറെ വല്ലതും ഒന്നും പറയത്തില്ല. എൻ്റെ അപ്പനല്ല പറയേണ്ടത്, ഞാനാ പറയേണ്ടത്. ഈ യുദ്ധത്തിൽ, നമ്മുടെ സ്പിരിറ്റും നമ്മുടെ സോളും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മുടെ ആത്മാവ് പറയണം, യേസ്, ഞാൻ സമർപ്പിക്കുക ഇല്ല. 19-ാമത്തെ വാക്യത്തിൽ നാം അതാണ് വായിച്ച്. 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കും, നിങ്ങളുടെ അവയുടെ അനീതിയായങ്ങളെ ആയുധങ്ങളായിട്ട് പാപത്തിന് സമർപ്പിക്കുക. നിങ്ങളുടെ ഹാൻഡ്സ്, ലെഗ്സ്, ലിപ്സ്, ഇയേഴ്സ്, 1 by 1 ഓരോ അവയവങ്ങളും ഓരോ ഓർഗനും പറയാൻ കഴിയണം, ഞാൻ അതിനെ അനീതിയുടെ ആയുധമായിട്ട് എന്ത് ചെയ്യത്തില്ല. വി ഹാവ് ലോട്ട് ഓഫ് ഫെസിലിറ്റീസ്. ഇൻ്റർനെറ്റ് ഈസ് വിതിൻ യു. നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ട്, മെനി ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ പറയണം, ദൈവം എനിക്ക് നൽകിയ ഒറ്റ ഫെസിലിറ്റീസും ഞാൻ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കില്ല. അതിനകത്ത് അതെല്ലാം ഞാൻ യൂസ് ചെയ്യുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ അത് നീതിയുടെ ഉപയോഗത്തിനായിട്ട് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. നമുക്ക് പറയാൻ കഴിയണം. 1, മരിച്ചവരായി എണ്ണണം. 2, നമ്മുടെ ഓർഗൻസിനെ എന്ത് ചെയ്യണം? സമർപ്പിക്കാനായിട്ട് വേണം. 3-ാമത്തെ ഭാഗം അതിൻ്റെ മത്തായി സുവിശേഷം 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്താ പറയുന്നത് അവിടെ താഴെ? ആത്മാവ് ഒരുക്കമുള്ളത് അല്ലേ? അങ്ങനല്ലേ? വാച്ച് ആൻഡ് പ്രേ that you enter not into temptation. What does it mean? എന്താ അതിൻ്റെ അർത്ഥം? ടെംപ്റ്റേഷൻ, lusty thinking, solely thinking, അല്ലേ? ആത്മാവ് ഒരുക്കമുള്ളതാ. Spirit indeed is willing, but the flesh is very weak. So strengthen your spirit against the flesh. യേശു പറയുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്നറിയാമോ? ബൈ വാച്ച്ഫുൾ പ്രയർ. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് വേണം നമ്മുടെ
ഫ്ലഷിനെ എന്ത് ചെയ്യാനായിട്ട്? ഫ്ലഷിനെതിരെ നമ്മുടെ ആത്മാവിനെ ശക്തീകരിക്കാനായിട്ട്. പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ട കാര്യം നമ്മുടെ ജഡത്തിനെതിരെ നമ്മുടെ ആത്മാവിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണെന്ത്? പ്രാർത്ഥന. അവിടെ ദൈവം നമ്മെ സഹായിക്കും. നമ്പർ 4, 4-ാമത്തെ ഭാഗം കൂടെ ഞാൻ വായിക്കുന്നു. ഗലേഷ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 19 to 21. എന്താ വായിക്കുന്നത്? ജഡത്തിന്റെ പ്രവൃത്തികളോ നടപ്പ്. ഇതെല്ലാം നമ്മിലുള്ളതാ കേട്ടോ. ഒന്ന് എല്ലാം ഒന്ന് ഉറക്കെ വായിച്ചേ. ഇനി മറ്റേ ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് ഉറക്കെ ഒന്ന് വായിച്ചു ഇത്. ജഡത്തിന്റെ പ്രവൃത്തികളോ നടപ്പ്. അപ്പൊ ജഡം എവിടെയുണ്ട്? ജഡവും ആത്മാവും നമ്മൾ യുദ്ധമാണ് അല്ലേ? ഈ ജഡം ആരിലുള്ളതാ? എന്നിൽ. നമ്മിലെന്ന് പറയല്ലേ, എന്താ ഈ പ്ലൂറൽ ഉപയോഗിക്കുന്ന ആ കാര്യം? എന്നിൽ. നമ്മുടെ ചില ഭാഗത്തൊക്കെ ഭയങ്കര പ്ലൂറില്ല കേട്ടോ. എൻ്റെ പൈസ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ. അപ്പം ഞാനെന്ന് പറയും. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഭാവികളാ കേട്ടോ. We will do sin retail and will confess wholesale. അല്ലേ? പാപം ചെയ്യുമ്പോൾ റീറ്റെയിലാണ് ചെയ്യുന്നത് അല്ലേ? ഹോൾസെയിലാണോ ചെയ്യുന്നത്? ഓരോ പാപവും ഒറ്റക്കെട്ട ചെയ്യുന്നത്. പിന്നെ കൺഫസ് ചെയ്യുമ്പോഴോ ഇന്ന് ചെയ്ത പാവങ്ങളെല്ലാം ക്ഷമിക്കണേ എന്നെ എല്ലാ പാവവും നീ ചെയ്തപ്പോൾ റീറ്റെയിലായിട്ടല്ലേ ചെയ്തത്? ഹോൾസെയിലാണോ? അല്ലല്ലോ. ഓരോന്നും ഓരോ സമയത്ത് കൃത്യമായി ചെയ്തതല്ലേ? കൺഫസ് ചെയ്യുമ്പോൾ ഒരു ഹോൾസെയിൽ. ഈ ഹോൾസെയിൽ ബിസിനസ് ഒന്നും കർത്താവിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്നില്ല കേട്ടോ. വെറുതെ സംഭവിക്കുന്ന ഇന്ന് ചെയ്ത പാവങ്ങളെല്ലാം ക്ഷമിച്ചേക്കണേ. അപ്പോൾ ജഡം എവിടെയാ? ഇവിടെയാ. അപ്പം നമ്മിലാ ജഡത്തിൻ്റെ പ്രവൃത്തികൾ. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ജഡത്തെ ദണ്ഡിപ്പിക്കുന്നു. ആ ജഡത്തിനകത്തുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ അയ്യോ എന്നിൽ ദുർനടപ്പുണ്ട്, എൻ്റെ അകത്തിരിപ്പുണ്ട്. പക്ഷെ അത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തില്ല, ടാക്കിൾ ചെയ്ത് വെച്ചേക്കുക. എപ്പം വേണമെന്ന് പറഞ്ഞാൽ ദുർനടക്കും. പക്ഷേ എന്ത് ചെയ്യാ? അതിനെ നിയന്ത്രിച്ച് വെച്ചിരിക്കുക. വായിച്ചേട്ടാ, അശുദ്ധി. പണ്ടൊരു പാസ്റ്റർ പ്രസംഗിച്ചു, ഇതൊക്കെ രക്ഷിക്കപ്പെട്ട് ഞാൻ പോയെന്നല്ല. ഞാൻ അന്നേരം വിശ്വസിച്ചു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഈ സംഭവം എന്നകത്ത് തന്നെ ഉണ്ടെന്ന്. ഇപ്പോഴുണ്ട്. പാസ്റ്റർ വെസ്റ്റിൻ്റെ അകത്ത് ഇപ്പോഴുണ്ട്. സൂക്ഷിച്ചോണം. ഞാനിവിടെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ അവിടുത്തെ മുഖം കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പണ്ട് ഈ പാളയത്തിൻ്റെ സൈഡിൽ കൂടെ പിന്നെ പോകുമ്പം ഈ പാളയത്തിനകത്തുള്ള കുഷ്ഠരോഗികൾ ഒരുപാട് പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് അവരെ പാളയത്തിന് പുറത്തേക്ക് വിടുന്നത് അല്ലേ? പുരോഹിതന്മാർ പരിശോധിച്ച് ഒരു 7 തരം പരിശോധന നടത്തും. എന്നിട്ട് ആ കുഷ്ഠം ഉണ്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അവിടെ ചെല്ലും. എന്നിട്ട് ഈ ആരോഗ്യമുള്ള ആരെങ്കിലും വഴിതെറ്റി പാളയത്തിൻ്റെ അടുക്ക ചെല്ലും, അവൻ അവിടെ നിന്ന് വിളിച്ച് പറയും അൺഹോളി 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 എന്ന് വിളിച്ച് പറയും. ഞാൻ ചിന്തിച്ച് എന്താണ് ഇവനിങ്ങനെ വിളിച്ച് പറയുന്നത്? ഇവനെങ്ങനെ അറിയാം ഈ വരുന്ന ഞാൻ അൺഹോളിയാന്ന്? വിശുദ്ധൻ എന്നല്ല വിളിച്ച് പറഞ്ഞത്, അൺഹോളി. ഇപ്പൊ ഞാൻ ഒരു നല്ല നിങ്ങൾ വിശുദ്ധൻ എന്ന് ചിന്തിക്കുന്നതാണോ? ഓ വിശുദ്ധൻ 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 വന്നു, ഓ വെള്ള വാച്ച്, സ്ട്രാപ്പ്, വെള്ള ഷൂ, ഓ വിശുദ്ധൻ. പക്ഷെ ഒരുത്തനെ കാണുമ്പോൾ, ഒരു വിശുദ്ധനെ കാണുമ്പോൾ ഒരുത്തനെ അശുദ്ധൻ എന്ന് വിളിക്കണമല്ലോ. അതിൻ്റെ അർത്ഥം എന്തറിയാമോ? പാളയത്തിനകത്തുള്ളവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒരുത്തിന് മൂക്കില്ലെങ്കിൽ മറ്റൊരുത്തിന് ചെവിയില്ല, വേറൊരുത്തിന് ചെവിയില്ലെങ്കിൽ മറ്റൊരുത്തിന് വിരലില്ല, മറ്റൊരുത്തിന് വിരലുണ്ടെങ്കിൽ മറ്റൊരുത്തിന് കാലില്ല. എല്ലാം കുഷ്ഠം വന്നോരോന്ന് പറഞ്ഞു പോയേക്കുക. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ പൂർണ്ണതയുള്ള ഒരാളെ കണ്ടിട്ടില്ല. അപ്പോൾ വഴി തെറ്റി ഒരുത്തൻ വരുന്നു. അവന് മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, എല്ലാം ഉള്ള ഒരുത്തൻ. അപ്പം അവൻ പറയും അയ്യോ ഞാൻ അശുദ്ധനാണ്. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞു? അവൻ വിശുദ്ധനാണെന്ന് പറയും അല്ലേ? അങ്ങനെ പറയരുത്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ നന്നാകാത്തതിൻ്റെ പ്രശ്നം എന്നറിയാമോ? നമുക്ക് ഒരുപാട് വിശുദ്ധന്മാരുണ്ട്, പക്ഷെ നാം അശുദ്ധനാണെന്ന് ഇതുവരെ എന്നിട്ടില്ല. നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. ഭയങ്കര അപകടമാണ് ഇത്. ചില്ലറ കാര്യമല്ല. എൻ്റെ വീട്ടിൽ ഞാൻ പറയട്ടെ, എൻ്റെ കുഞ്ഞിന് മുമ്പിൽ അയ്യോ താവേ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയെന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുന്ന ഒരു നിലവിളിയാ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും കേൾക്കണ്ടോ?
ഇവിടെ അവൻ വിളിക്കുക ഞാൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിക്കുക, അൺഹോളി. കാരണം പൂർണ്ണനായവനെ, അതേ ഒരു ഊനവുമില്ലാത്തവൻ, എല്ലാ സർവ്വസമ്പൂർണതയും നിറഞ്ഞവനായ നമ്മുടെ കർത്താവിനെ കാണുമ്പോൾ നമ്മൾ പറയണം ഐ ആം അൺഹോളി. ഇന്ന് ദൈവസഭയിൽ ഇരുന്നോ ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ട് ഞാൻ അശുദ്ധനെന്ന് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തോ കുഴപ്പം നമുക്കുണ്ട്. അത് നമ്മുടെ സ്വയനീതിയുടെ ഒരു വലിയ സാത്താന്യ വ്യാപാരമാണ് നമ്മൾ വ്യാപരിക്കുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ ജയം നേടാൻ കഴിയണം. ഞാൻ പകലും പറഞ്ഞു, ഞാൻ വന്നപ്പോൾ പോലെ എൻ്റെ മനസ്സിനകത്തുള്ള ചിന്ത ഇതാണ്, സഭയായിട്ട് കുറേ നേരെ ദിവസങ്ങൾ നമുക്കൊന്ന് ഉപവസിക്കണമെന്ന്. എനിക്കറിയില്ല നമുക്ക് എത്രമാത്രം നടക്കണം. ഞാനത് വിശ്വസിക്കും, നടക്കണം. സഭ ഒരുമിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റി ഒരു പായൊക്കെ അടിച്ച് നമുക്ക് താഴെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കണം. എത്ര ദിവസം പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അമ്മേ, നമുക്കൊരു വലിയ വ്യത്യാസം ഉണ്ടാകണം, വലിയ വ്യതിയാനം നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടണം, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ പണിയപ്പെടണം. വെറുതെ ഇങ്ങനെ പോയാൽ പോരാ, എന്തെങ്കിലും ഒന്നുണ്ടാകണം. ഒന്നല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ, എവിടെയെങ്കിലും ഒരു മാറ്റം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകണം. ഇത് ദിവസങ്ങളിൽ ഞാൻ ശക്തമായി രാത്രിയും പകലും എനിക്ക് ഉറങ്ങാതെ ഞാൻ അങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു പ്രേരണയാണ്. സഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. എന്നിട്ട് മതി ബാക്കി കാര്യപരിപാടികളെല്ലാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാം ദൈവം സമയത്ത് നടത്തും. അതിനപ്പുറം നാം ഈ ദിവസങ്ങൾ ജയം നേടാതെ, നാം അശുദ്ധനെന്ന് വിളിച്ചു പറയാതെ, ആമേൻ സ്തോത്രം, ആ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ ഇറങ്ങി വരികയില്ല. അപ്പോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത മുതലായ എല്ലാം ആരിലുണ്ട്? ഓ ഗ്ലോറി, സ്തോത്രം. എൻ്റെ ദൈവമേ നന്ദി. എന്നിലുണ്ട്. ഇനി എന്നിൽ എന്തൊക്കെ ഉണ്ട്? രക്ഷിക്കപ്പെട്ട എന്നിൽ വേറെ സംഭവമുണ്ട്. ഇത് രക്ഷിക്കപ്പെടാത്തവൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെടാത്തവരുടെ ഉള്ളിൽ ഇത് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവൻ്റെ ഉള്ളിൽ എന്തുകൂടിയുണ്ട്? 22-ാമത്തെ വാക്യം ഒരു വായിച്ചേ. ഓ, നമുക്ക് വേറെ കുറെ സംഭവങ്ങളുണ്ട്. സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമയുണ്ട്, ദയാ, പരോപകാരം, വിശ്വസത, സൗമ്യത, ഇന്ദ്രിയം. ഇത്രയും കാര്യം കൂടെ നമുക്കൂടെ ഉണ്ട്. മറ്റവർക്ക് മറ്റേ സാധനം മാത്രമേ ഉള്ളൂ, ജഡത്തിൻ്റെ പ്രവർത്തികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തുണ്ട്? ആത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. പ്രശ്നമെന്ന് അറിയാമോ? ഇത് തമ്മിലൊരു യുദ്ധം ഉണ്ടെന്ന്. ഇത് തമ്മിലൊരു യുദ്ധം ഉണ്ട്. ഈ യുദ്ധത്തിൽ എന്ത് ചെയ്യണം? We have to cultivate the fruit of spirit. ഞാൻ ഒന്നുകൂടെ പറയാം, we have to cultivate. നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. രക്ഷിക്കപ്പെട്ടെങ്കിൽ ഇരുന്ന് കൊടുത്താൽ പറ്റത്തില്ല, നമ്മളത് കൾട്ടിവേറ്റ് ചെയ്യണം. ഈ സംഭവത്തിൽ ജഡത്തിന്റെ ഈ പ്രവർത്തികളെ എല്ലാം മരിപ്പിച്ചിട്ട്, മുമ്പ് പറഞ്ഞ ജഡത്തിന്റെ ഈ പ്രവർത്തികളെ എല്ലാം മരിപ്പിച്ചിട്ട് എന്ന് വെച്ചാൽ കീടനാശിനി അടിച്ച്, ഈ കളനാശിനി അടിച്ച് നശിപ്പിക്കുന്നില്ലേ? ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുക. ഇതുപോലെ ഇതിനെ നശിപ്പിച്ചിട്ട്, ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ മുരടിപ്പിച്ചിട്ട്, എന്നാലും അടുത്ത മഴയ്ക്ക് കയറി വരും അല്ലേ? എത്ര മഴ പെയ്ത് കയറി വന്നല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അടിച്ചതിനെ എന്നിട്ട് ഈ ആത്മാവിൻ്റെ ഫലം നമ്മിൽ കൾട്ടിവേറ്റ് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തിനു വേണ്ടിയുള്ള 4 കാര്യങ്ങൾ? ജഡത്തിൻ്റെ പ്രവർത്തികളെ എന്നുള്ള വിമോചനത്തിന് വേണ്ടിയുള്ള 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഒറ്റ ഭാഗം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുക. 2 minutes. ഞാനൊരു 2 ചാപ്റ്റർ കൂടി ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി വന്നു, നടക്കത്തില്ല. 2 minutes. ബാറ്റിൽ ഇൻ ദ മൈൻഡ്. ഒന്ന് ബാറ്റിൽ ഇൻ ദ ഫ്ലഷ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മിലുള്ള 2 പ്രതിയോഗികളെ നാം മറന്നു പോകരുത്. ഒന്നാമത്തെ പ്രതിയോഗി എന്താ? നമ്മുടെ ജഡം. 2 നമ്മുടെ മനസ്സ്. ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനോട്ടാണ്. ഞാൻ കുറച്ച് ഒരു സൈക്കോളജിയുടെ ഒരു ചെറിയ കോഴ്സ് ഞാൻ സെറാംപൂരിൽ നിന്ന് പാസ്സായ ഒരാളാണ്, പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അന്നേരം ഞാൻ ഈ നാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവം പഠിച്ചിട്ടുണ്ട്. അതിനകത്തൊരു മരുന്ന് മാത്രമാണ് നടക്കുന്നത്. അതും ഇന്നത്തെ ഈ ലൈറ്റിങ്ങും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഇതുപോലത്തെ കുറേ ലൈറ്റിങ്ങാണ് ഈ നാർക്കോ അനാലിസ്റ്റ്
ടേബിളിൻ്റെ പുറത്ത് ആ തിയേറ്ററിനകത്തുണ്ട്. ഒരു 99 കളേഴ്സ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കും കണ്ണിൽ കൂടെ ഈ മനുഷ്യൻ്റെ. അതാണ് ഇപ്പം നമുക്ക് ഈ ലൈറ്റ് വേണമല്ലോ, നമുക്ക് ആത്മാവ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കേട്ടോ, ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് കണ്ടില്ലേ പാസ്റ്റർ, സത്യം ഇത് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ചിലപ്പം കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും എന്നെ കണ്ടില്ലേ എന്നാ. ഇതൊക്കെ ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതാ സംഭവം? ഈ എങ്ങനെ അറിയാതെ തമ്പുരാനെ പ്രൊജക്റ്റ് ചെയ്യാതെ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് വിളിച്ചതെല്ലാം കൂടെ എനിക്കറിയാം. ആരെയാ? കർത്താവിനെ എല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രസംഗിയാണ്. അത് കുഴപ്പമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാനങ്ങ് വിളിച്ചു പറയാം തമ്പുരാൻ തന്നെ ഉയരണമെന്നല്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വിവാഹം കൊണ്ട് പറയാല്ലാതെ എന്നിലേക്ക് ശ്രദ്ധയൊന്നും ഒരിക്കലും ഉണ്ടാകരുത് എപ്പോഴും എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബ്ലെൻഡിങ് ഓഫ് കളേഴ്സാണ്. പിന്നെ ഡിഫറെൻറ്റ് സൗണ്ട്സ് ആർ ദയർ. ഇന്നത്തെ സിസ്റ്റം എനിക്കറിയാം, ഭയങ്കര സൗണ്ടിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ ശബ്ദവും കളറിൻ്റെ വിന്യാസവും പിന്നെ കുത്തിവെച്ച മരുന്ന് അദ്ദേഹത്തെ ഒരു ചെറിയ ആലസ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം ലഭിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്: ബ്ലെൻഡിങ് ഓഫ് കളേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് മൂവ് ഓഫ് സൗണ്ട്സ്. ഇതിലൂടെയാണ് ചോദ്യങ്ങൾ ചോദിച്ച് ഒരുത്തൻ്റെ കള്ളത്തരത്തെ അവൻ്റെ മറുപടിയുടെ ആധാരം എങ്ങനെയോ അതനുസരിച്ച് ചെയ്യുക. അവൻ സത്യം പറയുന്നൊന്നുമല്ല, ചോദ്യത്തിൽ അവനുണ്ടാകുന്ന വിക്ഷോഭങ്ങളുടെ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവൻ്റെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ശബ്ദത്തിൽ അവനുണ്ടാകുന്ന വ്യത്യസ്ത ഭാവങ്ങൾ, ഇതെല്ലാം കൂട്ടി അവൻ്റെ മറുപടി സത്യമോ കള്ളമോ എന്നെന്ത് ചെയ്യുന്നു? അവർ അനലൈസ് ചെയ്യുകയാണ്. അല്ലാതെ ഉത്തരമായിട്ട് പറയുന്നത് ഒരു അനലൈസ് ചെയ്യുകയാണ്. ഇത് ഇങ്ങനെയാണ് ഈ നാർക്കോ അനാലിസിസ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞപ്പം ഇത് സംഭവം ഇതെവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയെന്നറിയാമോ? ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാജിക് ഷോകളിലെ ലൈറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്ത് ഈ ഒരു സ്റ്റഡി ഡെവലപ്പ് ചെയ്ത് വന്നത്. വ്യത്യസ്തമായ കളർ കൊണ്ട് വലിയ പുകയൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിവിടുന്ന് ബന്ധനസ്ഥനായ ഫയർ എസ്കേപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം ഒന്നല്ലോ, ഈ സംഭവങ്ങൾ ഒന്നും എന്തല്ല ദൈവികം അല്ല. ഞാൻ ആ ഭാഗത്ത് നിർത്തുകയാണ്. ഞാൻ ഒത്തിരി പറയാനുണ്ട് ആ ഭാഗത്ത്, ഞാൻ നിർത്തുകയാണ്. കാരണം നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചിലപ്പോൾ പിണങ്ങാൻ സാധ്യതയുണ്ട്. പിണങ്ങിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറ്റിയടിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വാദനത്തിലാണ്. വേറെ എങ്ങും മാറ്റി കുറ്റിയടിക്കാൻ ശ്രമിച്ചാൽ കുറ്റിയടിക്കില്ല എന്ന് എണ്ണുകയാണ്. കുറ്റി അടിക്കത്തില്ലെന്ന് പറയാൻ പറ്റില്ല, എണ്ണുകയാ. എപ്പോഴാ മാറുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം എല്ലാം നമ്മുടെ അകത്തും ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് നമ്പർ 2, ബാറ്റിൽ ഇൻ ദ മൈൻഡ്. മൈൻഡിനെ വല്ലാതെ പ്രക്ഷോഭണം ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഇന്ന് ട്രൂ റിലീജിയൻ റിസൈഡ്സ് ഇൻ ദ മൈൻഡ് എന്ന ഒരു ഭക്തൻ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല മതം മനസ്സിലാണ് വസിക്കുന്നത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ വിക്ഷോഭണങ്ങളെ മാറ്റിമറിക്കാനായി കളറിങ്ങിന് ഭയങ്കര, ശബ്ദത്തിനും ഭയങ്കര സ്വാധീനം ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് ചിലപ്പോൾ ഇതിനകത്തൂടെ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ. 12:2 മാത്രം വായിക്കുക, പറയാൻ സമയമില്ല. ഈ ലോകത്തിന് അനുരൂപമായ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി, റിന്യൂവിങ് ഓഫ് മൈൻഡ്, രൂപാന്തരപ്പെടുവീൻ. ഈ ഭാഗം ഞാൻ ഇവിടെ തൊടുന്നില്ല, പറഞ്ഞാൽ ഇനിയും മുൻപോട്ട് പോകും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഒരു ചിന്തയുടെ യുദ്ധം നമുക്ക് തുടങ്ങാനായിട്ട് കഴിയണം. സാക്ഷാലുള്ള യുദ്ധം നമുക്ക് മറ്റുള്ളവരോടല്ല, നമ്മുടെ ചിന്തയോടാണ്, നമുക്ക് മൈൻഡിനോടാണ് നമുക്ക് യുദ്ധം ചെയ്യേണ്ടത്. നമ്മളിലുള്ള ഒന്നാമത്തെ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലഷാണ്, രണ്ടാമത് മൈൻഡാണ്. മൈൻഡിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് വിശദമാക്കാൻ എനിക്ക് പറ്റുമെന്ന്. കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങിലേക്ക് അതിനെ കുറച്ചുകൂടെ വിശദമായ ആ ഭാഗം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ സഹിഷ്ണുതയെ ചോദ്യം ചെയ്യുന്നില്ല. നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.